മുത്തുമണികളെ എന്താ പാടപ്പം ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാം. അന്നൊരു അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാനാണ് ഞാൻ പോണത്. വളരെ കുറഞ്ഞ ചെലവിൽ ചെറിയൊരു കുടുംബത്തിനും അതുപോലെ തന്നെ പ്രവാസികൾക്കും പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും. നമ്മൾ തിജ്ജ് കത്തിക്കുക, ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ വളരെ നന്നായി ഞാൻ പേരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണ എടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്നതോട് കൂടെ 2 പൗത്ത തക്കാളി പൊടിയായിട്ട് കട്ട് ചെയ്ത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ആ എണ്ണയും തക്കാളിയൊക്കെ പാടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 6 പച്ചമുളക് അല്ലെങ്കിൽ 5 പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യുക. അതിന് കുഴപ്പമില്ല. കുട്ടികളുണ്ടെങ്കിൽ പരമാവധി എരിവ് കുറക്കുക നല്ലത്. പിന്നെ അതിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുക. കൂടുതൽ എരിവൊന്നും ചേർക്കണില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് അതിന്റെ ആ പച്ചച്ചോയും അതിന്റെ ആ ചൂരൊക്കെ ഒന്ന് പോയതിനു ശേഷം നമ്മളൊക്കെ എന്ത് ചെയ്യുക, മുമ്പ് തിരുമ്പി പിഞ്ഞ് മാറ്റി വെച്ചൊരു പുളിയുടെ വെള്ളം നേരെയൊക്കെ പറഞ്ഞു കൊടുക്കുക. പുളി ഞാനൊരു നാടനാളുടെ വലുപ്പത്തിൽ ഒരു 10 മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാണ്. എന്നിട്ട് നന്നായിട്ട് എല്ലാം പാടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. മീൻകറിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കണില്ല, വേറെ ലെവല. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിച്ചാതെ ആ മീന് വാകാനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇത് ചെറിയൊരു ചട്ടിയാണ്. കൂടുതൽ വെള്ളം പറഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് പുറത്തു പോകും. ഇനിയിപ്പോൾ അതിൽ മീൻ ഇടണം. എന്തായാലും വെള്ളം നന്നായിട്ട് ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഉപ്പുണ്ടെന്നൊന്ന് നോക്കട്ടെ. വരുന്നിടത്ത് വെച്ച് കാണാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ ഒന്നും പറയല്ല. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ആ മീനിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അത് കുറച്ച് മൂപ്പുള്ള മീനാകൊണ്ടേ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് വരുമ്പോഴത്തേന് നല്ല കുറുന്നനുള്ള ഒരു കറിയായിട്ട് ഉണ്ടാവും. മീനിട്ടപ്പോഴേ ചാറ് കുറച്ച് കൂടി. അപ്പൊ ചാറിന് മുക്കി മാറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, വെട്ടി തിളച്ച് പോയിട്ട് അടുപ്പൊക്കെ ആകെ വൃത്തിയിടാവും. അടച്ചു വെച്ച് ഉപയോഗിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ ചട്ടിക്ക് അടപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അടച്ചു വെക്കണില്ല. പിന്നെ വെറുതെ ഇങ്ങനെ കുത്തി വരക്കാൻ നിൽക്കരുത്. മീനിന്റെ പീസ് പൊട്ടിപ്പോകും. വെട്ടി തിളച്ച വെള്ളം വറ്റിനോട് കൂടെ മുമ്പ് നമ്മൾ ആ മുക്കി മാറ്റി വെച്ചാൽ മീനിന്റെ ചാറും കൂടി ഇതൊക്കെ പാർന്നു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഓരോ പീസ് നോക്കാൻ നിങ്ങൾ കൊണ്ടുപോയി പണയം വെക്കാം. വേറെ ലെവലാണ്. എന്തായാലും വേണ്ട ഉപ്പുണ്ടോന്ന് നോക്കട്ടെ. ഈ സംഭവം സാറായിക്കണം കേട്ടോ. പൂതി മാറുന്നില്ല. വേറെ ലെവല. എന്തായാലും അതിന്റെ കൂടെ മുരിങ്ങ ചെറുതായിട്ടൊന്ന് വെള്ളം വറ്റിച്ചിട്ടുണ്ട്. ഒരു 11 വലിയ വേപ്പിഞ്ചിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നിന് കൂട്ടി യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉണ്ടെങ്കിൽ ഒഴിക്കുക, അല്ലെങ്കിൽ ഒഴിക്കണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നാണ് മൂടി വെക്കുക. ഞാൻ വെള്ളം കണ്ട് വറ്റി കിട്ടണം. അപ്പൊ ഇതിന് മുരിങ്ങ അവിടെ ലെവലായിട്ടുണ്ട്. മുരിങ്ങ ഇപ്പൊ ഞാൻ തിരിച്ച് ബന്ധാക്കിക്കണം. ഒന്ന് ആവി തട്ടിയാൽ മതി മുരിങ്ങ ലെവൽ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടേ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് മുരിങ്ങ അവിടെ മൂടി വെക്കുക. അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് മീൻകറി മുരിങ്ങ വെള്ളം വറ്റിച്ചതുമാണ്. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. മറ്റുള്ള ജില്ലക്കാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റാണ്. ഏത് സാധാരണക്കാർക്കും പറ്റും. പ്രത്യേകിച്ച് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ ഈ ഒരു ഒറ്റ ഐറ്റം മതി. ഇത് നോക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണൊക്കെ മേലെ പൊന്തിയിട്ട് കാണുമ്പോൾ തന്നെ തൊള്ളയിന്ന് വെള്ളം ചാടും. പിന്നെ അതിന്റെ മണോ ഹൗ അത് അതിലും മീതിയാണ്. ഇത്ര കലിപ്പുള്ള അമ്മായിമാനെ ഇതിന് ഉണ്ടാക്കി കൊടുത്താൽ പിടിച്ചവിടെ കട്ടൻ പറ്റും. വയസ്സായാലും ഈ കറി വളരെ ഇഷ്ടപ്പെടും. പിന്നെ നാട്ടിൽ നിന്ന് ഒരു കട്ടൻ ചായ പോലെ ഉണ്ടാക്കാറിയാത്ത ഒരുപാട് പ്രവാസികൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.